ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോനിൽ വായിക്കുവാനും നമുക്ക് ചിന്തിക്കുവാനുമായി പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം ധ്യാനിക്കുന്നത് യേശുവിൻ്റെ രൂപാന്തരീകരണമാണ്. ഇതൊരു അത്ഭുത സംഭവത്തിൻ്റെ വിവരണം മാത്രമല്ല, ശിഷ്യന്മാരുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും വിശ്വാസയാത്രയ്ക്ക് ദിശ കാണിച്ചു തരുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. അങ്ങ് ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന വിശ്വാസ പ്രഖ്യാപനം പത്രോസ് പ്രഖ്യാപിക്കുന്നത് ഈ സംഭവത്തിന് തൊട്ടു മുമ്പാണ്. എന്നാൽ അതിനുശേഷം യേശു തൻ്റെ കഷ്ടാനുഭവവും മരണവും ഉയർപ്പും ആദ്യമായി ശിഷ്യന്മാരോട് വെളിപ്പെടുത്തി. അത് കേട്ടപ്പോൾ അവർ ആകെ ആശയക്കുഴപ്പത്തിലായി. മിശിഹ എന്നാൽ വിജയവും മഹത്വവും മാത്രമാണെന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. എന്നാൽ യേശു സംസാരിച്ചതാകട്ടെ കുരിശിനെക്കുറിച്ചും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതുകയാണ്, ഏകദേശം 8 ദിവസം കഴിഞ്ഞ് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് കയറിപ്പോയി എന്ന്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. യേശു മലയിൽ കയറിയത് അത്ഭുതം കാണിക്കാനല്ല, പ്രാർത്ഥിക്കാനായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. തൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളെല്ലാം യേശു പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പും 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ഗത്സമനയിൽ പീഡാനുഭവത്തിന് മുമ്പും എല്ലാം നിർണായക ഘട്ടങ്ങളിലെല്ലാം യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. രൂപാന്തരീകരണവും അതിനൊരു അപവാദമല്ല. പ്രാർത്ഥന മനുഷ്യനെ മാറ്റുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കോസ് വളരെ മനോഹരമായി പറയുകയാണ്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൻ്റെ മുഖത്തിൻ്റെ പാവം മാറിയെന്ന്. പ്രാർത്ഥനയുടെ ഫലമായി സംഭവിക്കുന്ന ഒന്നാണ് രൂപാന്തരം. നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കേണ്ടത്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മാറാനാണ്, രോഗം മാറാനാണ്, പ്രശ്നങ്ങൾ തീരുവാനാണ്, നല്ലൊരു ജോലി ലഭിക്കുവാനാണ്. പക്ഷേ ദൈവം ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നുമുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഫലം നമ്മുടെ സാഹചര്യങ്ങളുടെ മാറ്റമല്ല, നമ്മളുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ക്രമേണ മാറി തുടങ്ങും. അവൻ്റെ കോപം മാറും, അഹങ്കാരം കുറയും, ക്ഷമിക്കാൻ അവൻ പഠിക്കും, സ്നേഹിക്കാൻ അവൻ തയ്യാറാകും. കാരണം പ്രാർത്ഥന എന്നത് ദൈവസാന്നിധ്യത്തിൽ നിൽക്കുകയാണ്. ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരുവനെ പഴയ മനുഷ്യനായി തുടരാൻ ഒരിക്കലും കഴിയുകയില്ല. ഇന്ന് നാം നമ്മോട് തന്നെ സ്വയം ചോദിക്കണം, എൻ്റെ പ്രാർത്ഥന എന്നെ മാറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇന്നും പഴയ സ്വഭാവത്തിലും പഴയ ചിന്തകളിലുമാണോ ജീവിക്കുന്നത്? യേശു കർത്താവ് തൻ്റെ 2 ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്താണ് ഈ മലയുടെ ആത്മീയ അർത്ഥം? വിശുദ്ധ ഗ്രന്ഥത്തിൽ മല എന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലം മാത്രമല്ല, അത് ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലം കൂടിയാണ്. മോശ സീനായി മലയിൽ ദൈവത്തെ കണ്ടുമുട്ടി. ഏലിയാവ് ഹോറേബ് മലയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഇപ്പോൾ ഇതാ യേശുവും മലയിൽ കയറി പ്രാർത്ഥിക്കുന്നു. അതായത് മനുഷ്യൻ ദൈവത്തിലേക്ക് ഉയരുന്ന അനുഭവത്തിൻ്റെ പ്രതീകമാണ് മല. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള മലകൾ ആവശ്യമാണ്. അതൊരു പക്ഷേ ദേവാലയമാകാം, ഒരു ധ്യാനമാകാം, വിശുദ്ധ കുർബാനയിലെ ചില നിശബ്ദമായ നിമിഷങ്ങളാകാം, രാവിലെ എല്ലാവരും ഉണരുന്നതിന് മുമ്പുള്ള ഏതാനും മിനിറ്റുകളിലുള്ള നമ്മുടെ പ്രാർത്ഥനകളാകാം. ഈ നിമിഷങ്ങളിലൊക്കെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് നമ്മൾ വിവിധ തരത്തിലുള്ള തിരക്കുകളിലാണ്. മൊബൈൽ ഫോണുകൾ, വാർത്തകൾ, സോഷ്യൽ മീഡിയയുടെ തിരക്കുകൾ, ഇങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നാം ജീവിക്കുന്നത്. ഇതിനിടയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് എവിടെയാണ് സമയം ലഭിക്കുക? യേശു ശിഷ്യന്മാരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ശബ്ദങ്ങളിൽ നിന്ന് അകലെയായി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ വേണ്ടിയായിരുന്നു. അതുപോലെ നമ്മെയും ദൈവം ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. അല്പസമയം നിനക്ക് എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാമോ? എന്നെ നിനക്കൊന്ന് കേൾക്കാമോ? എൻ്റെ സാന്നിധ്യത്തിൽ നിനക്കൊന്ന് വിശ്രമിക്കാമോ? ഇങ്ങനെയാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. പക്ഷേ ഈ ക്ഷണം സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലാണ് യഥാർത്ഥ രൂപാന്തരീകരണം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിൻ്റെ രൂപം മാറി. അവിടുത്തെ മുഖം പ്രകാശിച്ചു, വസ്ത്രങ്ങൾ മിന്നുന്ന വെളുപ്പായി. അപ്പോഴാണ് മറ്റൊരത്ഭുതം അവിടെ സംഭവിച്ചത്. വിശുദ്ധ ലൂക്കോസ് എഴുതുന്നു, ഇതാ 2 പുരുഷന്മാർ അവിടുത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ മോശയും ഏലിയാവുമായിരുന്നു. അവർ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് യെരുശലേമിൽ പൂർത്തിയാകാനിരിക്കുന്ന അവിടുത്തെ നിര്യാണത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. ഗ്രീക്ക് ബൈബിളിൽ അവിടെ പുറപ്പാടിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതേ വാക്ക് തന്നെയാണ് എബ്രായർ 11:22 പറയുന്നത്. അതുതന്നെയാണ് ലൂക്കോസ് ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ആ ഭാഗം വളരെ ഗഹനമായ ആത്മീയ അർത്ഥമുള്ള ഒരു വാക്കാണ്. എന്തുകൊണ്ടാണ് മോശയും ഏലിയാവും? മോശ നിയമത്തിൻ്റെ പ്രതിനിധിയാണ്, ഏലിയ ആകട്ടെ പ്രവാചകന്മാരുടെ പ്രതിനിധിയും. അതായത് പഴയ നിയമം മുഴുവൻ യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിയമവും പ്രവാചകന്മാരും യേശുവിലാണ് പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഉയർത്തെഴുന്നേറ്റ യേശു എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് മോശയും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതെല്ലാം തന്നെക്കുറിച്ചാണെന്ന് വിശദീകരിക്കുന്നത്. ഇവിടെ മറ്റൊരു മനോഹരമായ കാര്യം കൂടിയുണ്ട്. മോശയും ഏലിയാവും യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ജനങ്ങളുടെ പ്രശംസയെക്കുറിച്ചുമല്ല. അവർ സംസാരിക്കുന്നത് യേശുവിൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്, അതായത് പുറപ്പാടിനെക്കുറിച്ചാണ്, ഒരു പുതിയ പുറപ്പാട്. ലൂക്കോസ് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം എക്സോഡസ് എന്നാണ്. അത് നമ്മെ പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ യേശു മറ്റൊരു എക്സോഡസ്, പുറപ്പാട് ആരംഭിക്കുകയാണ്. ഇത് ഒരു രാജ്യത്തിൽ നിന്നുള്ള മോചനമല്ല, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന പുതിയ പുറപ്പാടാണ്. കുരിശ് ഒരു പരാജയമല്ല, അത് മനുഷ്യരാശിയുടെ വിമോചനത്തിൻ്റെ വാതിലാണ്. അതിനാലാണ് രൂപാന്തരീകരണത്തിൻ്റെ മഹത്വത്തിനിടയിലും സംഭാഷണ വിഷയം കുരിശായി മാറിയത്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ജീവിതത്തിൽ ഒരു കുരിശ് ചുമക്കുകയാണ്. ഒരു കുടുംബ പ്രശ്നമാകാം, രോഗമാകാം, മക്കളെക്കുറിച്ചുള്ള വിഷമമാകാം, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, നമ്മുടെ ഏകാന്തതയാകാം. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഇന്നത്തെ സുവിശേഷം പറയുന്നത് കുരിശ് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, പുറത്തുള്ള ഒന്നല്ല എന്നാണ്. രൂപാന്തരീകരണത്തിൻ്റെ മഹത്വം കുരിശിന് മുമ്പാണ് സംഭവിച്ചത്. അതെന്തുകൊണ്ടാണ്? കാരണം കുരിശിൻ്റെ ഇരുട്ടിലൂടെ കടന്നു പോകാൻ ശിഷ്യന്മാർക്ക് വെളിച്ചം ആവശ്യമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലപ്പോൾ പ്രത്യേക അനുഭവങ്ങൾ നൽകും. ഒരു ധ്യാനത്തിൽ ലഭിച്ച സമാധാനമോ, വിശുദ്ധ കുർബാനയിലൂടെ ലഭിച്ച ആനന്ദമോ, ഒരു പ്രാർത്ഥനയുടെ അനുഭവിച്ച ദൈവസാന്നിധ്യമോ ഒക്കെ ആകാം. അതെല്ലാം ജീവിതം എളുപ്പമാക്കുമെന്ന വാഗ്ദാനമല്ല, മറിച്ച് ജീവിതം പ്രയാസകരമാകുമ്പോൾ തളരാതിരിക്കാൻ ദൈവം മുൻകൂട്ടി നൽകുന്ന ശക്തിയാണ്. കർത്താവ് നമ്മുടെ കുരിശ് എപ്പോഴും എടുത്തു മാറ്റുമെന്നുള്ള വാഗ്ദാനം ചെയ്യുന്നില്ല, പക്ഷേ ആ കുരിശ് ചുമക്കാൻ ആവശ്യമായ കൃപ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം. രൂപാന്തരീകരണത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ പത്രോസ് ആവേശഭരിതനായ യേശുവിനോട് പറയുകയാണ്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് എത്ര നല്ലത്. നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങേക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. വിശുദ്ധ ലൂക്കോസ് തൻ്റെതായ ഒരു ചെറിയ കുറിപ്പ് കൂടി അതിനോടൊപ്പം എഴുതി ചേർക്കുകയാണ്. താൻ എന്താണ് പറയുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഈ വാക്യം വളരെ അർത്ഥവത്താണ്. പത്രോസിന് മലമുകളിലെ ആനന്ദാനുഭവം എന്നും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. കുരിശില്ലാതെ മഹത്വം വേണം, വേദനയില്ലാതെ സന്തോഷം വേണം. പക്ഷേ യേശുവിൻ്റെ വഴി അങ്ങനെ ആയിരുന്നില്ല. യേശുവിന് മലയിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നു, യെരുശലേമിലേക്ക് പോകേണ്ടിയിരുന്നു, കുരിശിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അപ്പോഴേ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നമുക്കും പത്രോസിനെ പോലെ തോന്നാറില്ലേ? നമ്മുടെ ജീവിതത്തിലും നമുക്കിഷ്ടമുള്ള ചില നിമിഷങ്ങളുണ്ട്. ഒരു ധ്യാനം കഴിഞ്ഞുള്ള സമയങ്ങൾ, ഒരു തീർത്ഥാടനത്തിൻ്റെ സന്തോഷം, കുടുംബസംഗമത്തിൻ്റെ ആനന്ദം. അപ്പോൾ നമ്മുടെ മനസ്സ് പറയും, ഇതെന്നും ഇങ്ങനെ തന്നെ തുടർന്നാൽ മതിയായിരുന്നുവെന്ന്. പക്ഷേ ജീവിതം നമ്മെ വീണ്ടും താഴ്വരയിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ജോലിയിലെ വെല്ലുവിളികൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, രോഗങ്ങളും വേദനകളും, അവിടെ വെച്ചാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആത്മീയ അനുഭവങ്ങൾ ഒളിച്ചോടുവാനുള്ള ഇടമല്ല, ജീവിതത്തിൽ വിശുദ്ധമായി ജീവിക്കാനുള്ള ശക്തിയാണ്. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്നവരെ മൂടി. വിശുദ്ധ ഗ്രന്ഥത്തിൽ മേഘം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. സീനായി മലയിൽ മേഘമുണ്ടായിരുന്നു. മരുഭൂമിയിൽ ജനത്തെ നയിച്ചത് മേഘമായിരുന്നു. ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ മഹത്വത്തിൻ്റെ മേഘം അതിനെ നിറച്ചു. ഇപ്പോൾ അതേ മേഘം യേശുവിനെയും ശിഷ്യന്മാരെയും മൂടുന്നു. ആ മേഘത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. പിതാവായ ദൈവം ഇവൻ്റെ അത്ഭുതങ്ങൾ കാണുവിൻ, ഇവൻ്റെ മഹത്വം നോക്കുവിൻ എന്നല്ല പറയുന്നത്. പക്ഷേ പറയുന്നത് മറ്റൊരു കാര്യമാണ്, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇന്ന് നമ്മൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ഇന്നത്തെ ലോകം ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഓരോ ദിവസവും എന്തൊക്കെയാണ് പറയുന്നത്? വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുന്നു. ലോകം വിജയത്തിൻ്റെ പുതിയ നിർവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പരസ്യങ്ങൾ പറയുന്നു, ഇത് വാങ്ങിയാൽ സന്തോഷം ലഭിക്കുമെന്ന്. ഈ ശബ്ദങ്ങൾക്കെല്ലാം ഇടയിൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം സമയം കണ്ടെത്തുന്നുണ്ടോ? യേശു ഇന്നും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പരസ്പരം സ്നേഹിക്കുവിൻ.
70 പ്രാവശ്യം ക്ഷമിക്കുവീൻ. നിങ്ങളുടെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുവീൻ. ചോദ്യം ഇതാണ്: ഞാൻ യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? അതോ കേൾക്കുന്നത് പോലെ മാത്രം നടിക്കുകയാണ്? കേൾക്കുന്നവനാണ് മാറുന്നത്, അനുസരിക്കുന്നവനാണ് വിശുദ്ധനാകുന്നത്. ഈ വിശുദ്ധ കുർബാനയുമായി ഇതിനെന്ത് ബന്ധമുണ്ട്? പ്രിയമുള്ളവരെ, മറുരൂപമലയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ മഹത്വം കണ്ടു. വിശുദ്ധ കുർബാനയിൽ നാം അതേ യേശുവിനെ കാണുന്നു. പുറമേ അപ്പം മാത്രമാണ് കാണുന്നത്, പക്ഷേ വിശ്വാസം പറയുന്നു ഇത് മഹത്വപൂർണനായ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരമാണെന്ന്. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ ശിഷ്യന്മാർക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം യേശുവിൻ്റെ മഹത്വം കാണാൻ കഴിഞ്ഞു. എന്നാൽ ഓരോ വിശുദ്ധ കുർബാനയിലും ആ മഹത്വമുള്ള കർത്താവ് നമ്മിലേക്ക് തന്നെ വരികയാണ്. എത്ര വലിയ ഭാഗ്യമാണത്! അതുകൊണ്ട് ഓരോ കുർബാനയും നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ മലയായിരിക്കട്ടെ. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നമ്മുടെ മുഖമല്ല മാറേണ്ടത്, നമ്മുടെ ഹൃദയമാണ് മാറേണ്ടത്. നമ്മുടെ സംസാരം മാറണം. നമ്മുടെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കണം, നമ്മുടെ ക്ഷമ വർദ്ധിക്കണം, നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടണം. അപ്പോഴാണ് ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട വചനഭാഗത്തിൽ നിന്ന് നമ്മളെ വലിയ 3 സത്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 1. പ്രാർത്ഥന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. 2. ദൈവം നൽകുന്ന ആത്മീയ അനുഭവങ്ങൾ കുരിശിൽ നിന്ന് ഓടിപ്പോകാനല്ല, കുരിശ് വഹിക്കാൻ ശക്തി നൽകുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിളി ഇവൻ്റെ വാക്ക് കേൾക്കുവീൻ എന്നുള്ളതാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിലൊരു പ്രാർത്ഥന നടത്താം. കർത്താവേ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പോലെ ഞങ്ങളെയും അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വിളിക്കണമേ. പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ജീവിതത്തിലെ കുരിശുകൾ വിശ്വാസത്തോടെ വഹിക്കുവാൻ കൃപ നൽകണമേ. ലോകത്തിൻ്റെ അനേക ശബ്ദങ്ങൾക്കിടയിൽ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയാനും അതനുസരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമാക്കട്ടെ. ആമീൻ. താബോർ മലമേൽ പ്രകാശിച്ച മുഖമേ, ഞങ്ങളെ കരുണയാൽ നിറയ്ക്കണമേ. പത്രോസിന്റെയും യോഹന്നാന്റെയും ഭയത്തെ ശാന്തിയാക്കി നീ വിളിച്ചെടുക്കണമേ. മേഘത്തിനുള്ളിൽ നിന്നു കേട്ട പിതൃസ്വരം ഇന്നും ഞങ്ങളുടെ ഹൃദയം ഉണർത്തട്ടെ. നിന്റെ മഹത്വദർശനത്തിൽ നടന്നു വിശ്വാസത്തിൽ ഉറച്ചു ഞങ്ങൾ നിലനിൽക്കട്ടെ.